ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. മോളുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കടലപ്പരിപ്പ് കൊണ്ടും നമുക്കിങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ്. ഏകദേശം ഒരു 1/2 കിലോളം വരുന്നൊരു ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് വറക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഉള്ളത്. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് അടി കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെയുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം. സാധാരണ മഞ്ഞ കളറേ ഉണ്ടാവും. അപ്പോൾ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വേറൊരു ബോണിയിലേക്ക് ഇട്ടിട്ട് വെക്കുവാണേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയിട്ടെടുക്കണം. അപ്പോൾ ബോണിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കുവാണേ. ഒരു 2-3 തവണ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളത്തിൽ നല്ല അമർത്തി തിരുമ്മി കഴുകിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ കച്ചറിയും നമുക്കത് പോയിട്ട് നല്ല രീതിയിൽ ആ ഒരു പരിപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ ഈ പരിപ്പ് കഴുകിയിട്ട് നല്ല രീതിയിൽ കുക്കറിലേക്ക് അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഓരോ തവണയും മാറി മാറി അതിലേക്ക് ഞാനത് വാരിയിട്ട് അതിലേക്ക് ഇട്ടു. ഞാനാകെ 1 കിലോൻ്റെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷേങ്കിൽ പരിപ്പ് 1/2 കിലോൻ്റെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ വേവിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം, ആ ഒരു പരിപ്പ് ഏകദേശം മുങ്ങാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ളൊരു വെള്ളമാണ് ഞാനത് കുക്കറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുക്കർ ഞാൻ അടച്ച് വെച്ച് ഗ്യാസിൻ്റെ മുകളിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഏകദേശം 2 വിസിൽ മതിയാവും വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഞാനൊരു 400 ഒരു 500 ഏകദേശം ഒരു കഷ്ടിച്ചൊരു 500 ഗ്രാമോളം ഞാൻ വെല്ലം എടുത്തിട്ടുണ്ട്. ആ ഒരു വെല്ലം ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പരിപ്പ് ഇവിടെ ഏകദേശം 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച വെള്ളം കുറച്ച് കൂടുതൽ ഇപ്പോൾ ആയിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാനതുകൊണ്ട് ആദ്യത്തെ വിസിൽ ഞാനത് കണക്കാക്കിയില്ല. പിന്നീട് അടിച്ച 2 വിസിലേ ഞാനത് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ഞാനത് ഓഫാക്കിയിട്ട് അവിടെ വെച്ചു. വെല്ലം ഇവിടെ നന്നായിട്ട് ഉരുകുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്നത് നല്ലത് കുറച്ചുകൂടി കറുത്ത കളറുള്ള വെല്ലമായിരിക്കും വാങ്ങുന്നത് ഏറ്റവും നല്ലത്. അതോടൊപ്പം ഞാനിവിടെ ഒരു 3-4 ഏലക്കായും അതുപോലെ തന്നെ ജീരകവും എടുത്തവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഞാനവിടെ നല്ലോണം കുത്തി അത് പൊടിച്ച് കുറച്ച് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പായസത്തിലിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കൂടാതെ കുറച്ച് ഇഞ്ചിപ്പൊടിയും കൂടി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വെല്ലം ഞാൻ ഉരുകിയത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അവിടെ നിന്ന് അരിച്ചെടുക്കുവാണ്. കാരണം അതിൽ വല്ല പൊടിയോ കമ്പോ കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വെല്ലത്തിൽ ഇങ്ങനെയുള്ള എന്തായാലും ഒരു കല്ലോ മറ്റോ ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ വെല്ലം അരിച്ചെടുത്തു. 2 തവണയായിട്ടാണ് ഞാനത് അരിച്ചെടുത്തത്, കാരണം കുറച്ചധികം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ടേ. നമ്മുടെ ഈ പരിപ്പ് കുറച്ച് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അടിയുന്ന രീതിയിലേക്ക് അത് അമർത്തി ആക്കുകയോ ചെയ്തത്. മോശമൊന്നുമില്ല, കുറച്ച് നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അവിടെ എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കുറച്ച് വെല്ലം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെല്ലം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നെയാണ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കയ്യിലോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ 2-3 വിസിലുള്ള ഏകദേശം ആക്കിന്. ആദ്യത്തെ വിസിൽ അത്ര കണക്കാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ 2 വിസിൽ ആയതിന് ശേഷം അതിലേക്ക് ഈ വെല്ലം അരിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ പരിപ്പും അതുപോലെ തന്നെ ഈ വെല്ലത്തിൻ്റെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കയ്യിലെ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. കട്ട പോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട പോകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കുന്നതിനനുസരിച്ചിട്ട് അത് കട്ട ഇളകി വരും. എന്നാലും ചെറുതായിട്ട് ഇതിൽ കട്ട കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് കയ്യിലെ കൊണ്ട് അത്
മിശ്രിതം നന്നായിട്ട് ഇളക്കിയിടിങ്ങനെ വെച്ചു. ഇത് ബെല്ലം കറുപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു കളറിൽ കാണുന്നത്. നല്ല കറുത്ത ബെല്ലാണെങ്കിൽ നല്ല കളറിൽ കാണും. അതിനുശേഷം വീണ്ടും ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ഇപ്പം ഞാൻ ആ പരിപ്പും ബെല്ലും കൂടി ഒരുമിച്ചാക്കിയ മിശ്രിതം ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായി തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പോൾ ഇതാ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ബെല്ലവും അതുപോലെ തന്നെ പരിപ്പെല്ലാം കൂടി നല്ല ഒരുമിച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിവിടെ പൊടിച്ച് വെച്ച ഏലക്കായ് പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം അതും ഈ മിശ്രിതം കൂടി നന്നായിട്ടൊന്ന് കയ്യിലിനെ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ്. കാരണം നമുക്കിവിടെ തേങ്ങയൊന്നും കിട്ടാനില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചാൽ അത് ഫുള്ളായിട്ടും ഈ ഒരു പായസത്തിൽ ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തേ. ആ കൊടുത്തതിന് ശേഷമുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കയ്യിലെ കൊണ്ട് ഇളക്കിയെടുത്തു. അതോടൊപ്പം ലാസ്റ്റുള്ള ഒരു ഭാഗം കൂടി കുറച്ച് വെള്ളം കൂടി അതിന് മിശ്രിതത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനത് വീണ്ടും ഈ പായസത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ചൊന്ന് അധികം തിക്ക് വേണമെന്നില്ല. നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പായസം ആക്കിയത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെള്ളം ഒഴിക്കുന്നത് കുറച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ കൊണ്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്യാസിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണേ. കാരണം നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തല്ലേ. ഇപ്പോൾ നമ്മൾ സാധാ തേങ്ങാപ്പാലാണെങ്കിൽ നമ്മൾ തേങ്ങ 1-ാം പാൽ 2-ാം പാൽ എന്നൊക്കെ നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ എടുക്കണമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, തേങ്ങയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് നല്ല തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വെച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയൊരു പാനിലേക്ക് കുറച്ച് പശു നെയ്യ്, ഒരു 3-4 ടീസ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഈ പശു നെയ്യ് ഒന്ന് ചൂടായി വരാൻ വേണ്ടി ഞാൻ ഗ്യാസിന് മുകളിലേക്ക് വെച്ചു. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ പായസത്തിലേക്ക് അടുത്തതായിട്ട് കൊടുക്കാനുള്ളത് കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ തേങ്ങാക്കൊത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഈ പശു നെയ്യിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അതിലേക്ക് പശു നെയ്യിലേക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ മുന്തിരിയൊക്കെ നല്ല പൊന്തി നല്ല ഇതിലേക്ക് വന്നിട്ടുണ്ടായിനെ. കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ പായസമൊക്കെ കുടിക്കുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കടിച്ചിട്ട് കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചധികം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാനിതാ പശു നെയ്യിൽ ഇങ്ങനെ നന്നായി വാട്ടിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമെന്ന്. മുന്തിരി മാത്രമല്ല അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി ഒരുങ്ങിയിട്ടുള്ള മിശ്രം ഞാൻ ഒരുമിച്ച് തന്നെ ഈ പായസത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ ഒരുമിച്ച് ഞാൻ ഈ മിശ്രം ഞാൻ പായസത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുമെന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് പായസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിറന്നാളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസമാണ് ഇത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഈ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ ഞാൻ പായസം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 പേർക്ക് ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുപയർ പായസം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.